ഇന്ന് നമ്മൾ റവയുണ്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് തരിയുണ്ട. വളരെ എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് പലഹാരമാണ് തരിയുണ്ട. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ട് വേണ്ടത് തരിയാണ്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ തരി നമുക്ക് വറുത്തെടുക്കണം. ചെറിയൊരു ബ്രൗൺ കളർ ആവണ്ട, തരി ഒന്ന് പൊട്ടുന്ന രീതിയിലാകുമ്പോഴേക്കും നമുക്ക് വറുത്ത് കോരി വെക്കാം. അതിലേക്ക് ഇടാൻ പറ്റിയിട്ടുള്ള നട്ട്സൊക്കെ നമുക്ക് നെയ്യിൽ വാട്ടിയെടുക്കണം. അതിനുശേഷം നമ്മളിത് നോർമലി ഉണ്ടാക്കുക എന്ന് പറയുന്നത് പഞ്ചസാര പാനി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വറുത്ത് വെച്ച തരി ഇട്ട് കഴിഞ്ഞാൽ തരി ഉണ്ട കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും. പക്ഷെ ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പഞ്ചസാര അത്യാവശ്യം കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ്. അപ്പം നമ്മളെല്ലാം ഒപ്പരമാണ് ചെയ്യുന്നത്. ഇത് എളുപ്പം കൂടിയാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് കാര്യം കഴിയും. അതിന് തരി ആദ്യം വറുക്കുക. അതിലേക്ക് ചിരണ്ടിയ തേങ്ങ കുറച്ച് അധികം ഇടുക. അതിന് ശേഷം പഞ്ചസാര ഡയറക്റ്റായിട്ട് നമ്മൾ ഇതിലേക്കാണ് ഇടുന്നത്. അപ്പോൾ അത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പഞ്ചസാര ലയിച്ചോളൂ അതിലേക്ക്. അതിനുശേഷം നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ ആൽമണ്ടൊക്കെ അതിലേക്ക് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ചുകൂടി ടേസ്റ്റിന് എന്താണെന്ന് വെച്ചാൽ മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് അത്യാവശ്യം എത്ര വേണം നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് അടുപ്പിൽ നിന്ന് കീഴ്ച്ച് വെച്ചാൽ തണിയുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ ഇനി നമ്മുടെ മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. ചൂടോടെ തന്നെ ഒഴിക്കണം. അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കട്ടിയായതുപോലെ തോന്നും. കട്ടയായതുപോലെ ആ ചൂടിൽ തന്നെ നമുക്ക് പാല് ഒരു 2-3 സ്പൂണ് പാല് നമുക്ക് അത്യാവശ്യം കുഴച്ച് തരിയൊന്ന് ഉണ്ട രൂപത്തിലാക്കാൻ വേണ്ടി കുഴയാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള പാൽ അധികം ഒഴിക്കാൻ പാടില്ല. അതെടുത്ത് ജസ്റ്റ് പാല് കുടഞ്ഞാൽ മതി, തരി ഒട്ടിക്കോളും. അത് എടുത്തിട്ട് നമുക്ക് വേണ്ടുന്ന ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. അത്യാവശ്യത്തിന് മിൽക്ക് മെയ്ഡും വേണമെങ്കിൽ യൂസ് ചെയ്യുക. അവസാനമായിട്ട് ഏലക്ക പൊടിച്ചത് കൂടി ചേർക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പം വീട്ടിലെല്ലാവരും തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണേ.